ഞാനൊരു പാട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു പാട്ട് ഇതായിരുന്നു. ആ, സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിൺമയം ആകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. അപ്പം നമ്മളുടെയൊക്കെ ഞാൻ ഫ്യൂണറലിൻ്റെ സമയത്തൊക്കെ ഓർത്തൊരു കാര്യം ഇതായിരുന്നു. നമുക്ക് ഏറ്റവും നല്ല മാതൃക നൽകിയ നമ്മുടെ ഒരു അപ്പച്ചൻ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് മാതൃക കാണിച്ചു തന്ന ആ അപ്പച്ചനെ നമുക്ക് ഓർത്ത് ഈ ഒരു പാട്ട് പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസേറും നാഥന്റെ പോർമുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസേറും നാഥന്റെ പോർമുഖം ഞാൻ കാണും. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. ഞാൻ ഒറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഞാൻ കോഴിക്കോട് 2-3 പ്രാവശ്യം അച്ഛനെ കാണാനായിട്ട് പോകാൻ ദൈവം അനുഗ്രഹം തന്നു. ആ സമയത്ത് അച്ഛൻ എന്താ പറയുക, ഒരു കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് മാങ്ങ പറിച്ച് അച്ഛൻ തന്നെ അത് മാങ്ങയൊക്കെ പൂളി തന്നതും, പിന്നെ അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം എനിക്ക് അച്ഛനെ നേരത്തെ എനിക്ക് അങ്ങനെ അച്ഛൻ മെസ്സേജൊന്നും അയക്കാറില്ലായിരുന്നു. പക്ഷേ അച്ഛൻ പിന്നെ എനിക്ക് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി. അത് ലാസ്റ്റൊക്കെ വന്നപ്പം അച്ഛൻ്റെ കൈ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാര്യം എല്ലാം ആ അടിക്കുന്ന മെസ്സേജിനകത്തൊക്കെ എറർ ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ അച്ഛൻ താങ്ക് യു മോനെ, ഗോഡ് ബ്ലെസ് യു, രജനിക്കും ജോയ്ക്കുട്ടനും മറിയം മോൾക്കും ഹാർട്ട്ഫെൽ. അങ്ങനെ എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു അച്ഛൻ്റെ അടുത്തുനിന്ന് എനിക്ക് ചീത്തയൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഗൈഡൻസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിടയ്ക്ക് ഞാൻ സ്ഥിരമായിട്ട് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോവുമായിരുന്നു. എങ്കിൽ പോലും ഈ അവസാന സമയത്ത് അച്ഛനിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്നേഹം അത് ഭയങ്കരമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാനും രജനിയും, എനിക്കൊരു ഭയങ്കര ഒരു അടുത്ത അനുഭവം എനിക്ക് തന്നു. ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടിയിട്ട് 89 ക്യാമ്പസ് മീറ്റിൽ വരുന്ന സമയത്താണ് ആദ്യമായിട്ട് അച്ഛനെ കാണുന്നത്. അപ്പോൾ അവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നൊരു കുട്ടി, എനിക്ക് ഒന്നും അറിയത്തില്ല, ജീസസ് അറിയില്ല, ഒന്നും അറിയില്ല. എൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണ്. പക്ഷേ അച്ഛൻ ആ ദിവസങ്ങളിലൊക്കെ എന്നെ കാണുമ്പോഴൊക്കെ എന്നെ ചേർത്ത് പിടിച്ചിങ്ങനെ ആൾക്കാരെ പരിചയപ്പെടുത്തി. അപ്പം അന്ന് ഞാൻ പടം വരെയായിരുന്നു. അപ്പം അച്ഛന് ഓരോരുത്തരെയും എന്നെ പരിചയപ്പെടുത്തുന്ന സമയമൊക്കെ ഞാൻ ഓർക്കുന്നു. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല.
എനിക്ക് ഒറ്റ കാര്യം എനിക്ക് തോന്നിയുള്ളൂ അവിടെ നിന്നപ്പോൾ, അച്ഛൻ മരിച്ചതായിട്ടല്ല എനിക്ക് തോന്നി, അച്ഛൻ അവിടെ ജീവനോടെ ഉണ്ട്. ഈ തുടർന്നുള്ള ഓരോ സമയത്തും നേരത്തെ റൈജു പറഞ്ഞ പോലെ അച്ഛനോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ, അച്ഛനോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇനി നേരത്തേക്കാൾ കൂടുതൽ എന്താ പറയുക, ഫ്രീഡത്തോടു കൂടി അച്ഛനോട് എന്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വന്നാലും പറയാനായിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടുന്നുണ്ട്. അതിന് പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുന്നു. അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി